നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. നിങ്ങൾ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? ആപ് കഹാ ജാനാ ചാഹത്തെ ഹേ. നിങ്ങൾ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ നിങ്ങൾ എന്ന് പറയുമെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ ആപ്പ് എന്ന് പറയുന്നതാണ് ഒരു റെസ്പെക്റ്റ്. അതുകൊണ്ടാണ് ആപ് കഹാം ജാനാ ചാഹത്തെ ഹേ എന്ന് ചോദിക്കുന്നത്. ഇനി തും വെച്ച് തന്നെ പറയണം എന്നുണ്ടെങ്കിൽ തും കഹാൻ ജാനാ ചാഹത്തെ ഹോ എന്ന് ചോദിക്കണം. അടുത്തത്, നിങ്ങൾക്കാരെയാണ് കാണേണ്ടത്? ആപ്കോ കിസ്സേ മിൽനാ ഹേ. ആപ്കോ കിസ്സേ മിൽനാ ഹേ. താങ്കൾക്കാരെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കാരെയാണ് കാണേണ്ടത്? അവൻ്റെ കണ്ണുകൾ അടച്ചു. അതെങ്ങനെ പറയാം? ഉസ്നെ അപ്പനി ആംഖേം ബന്ദ് കർ ദി. ബന്ദ് കർണ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. ഉസ്നെ അപ്പനി ആംഖേം ബന്ദ് കർ ദി. അവൻ്റെ കണ്ണുകൾ അടച്ചു. അവൻ എൻ്റെ ഇളയ സഹോദരനാണ്. അതെങ്ങനെ പറയാം? വ മേരാ ഛോട്ടാ ഭായി ഹേ. ഛോട്ടാ ഭായി എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരൻ. ബഡാ ഭായി എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നുള്ള അർത്ഥത്തിൽ വരും. നിങ്ങൾ എന്നെ സഹായിക്കുമോ? അതെങ്ങനെ ചോദിക്കാം? ക്യാ ആപ് മേരി മദത് കരേങ്കെ? ക്യാ ആപ് മേരി മദത് കരേങ്കെ. മദത് കർണ എന്ന് പറഞ്ഞാൽ സഹായിക്കുക. മദത് കരേങ്കെ എന്ന് ചോദിച്ചാൽ സഹായിക്കുമോ അല്ലെങ്കിൽ സഹായിക്കാമോ. നിങ്ങൾ തയ്യാറാണോ? അതെങ്ങനെ ചോദിക്കാം? ക്യാ തും തയ്യാർ ഹോ? ക്യാ തും തയ്യാർ ഹോ അല്ലെങ്കിൽ ആപ് തയ്യാർ ഹേ? ക്യാ ആപ് തയ്യാർ ഹേ? അങ്ങനെയും ചോദിക്കാം. കുറച്ച് നേരത്തിൽ എനിക്ക് ഫോൺ ചെയ്യൂ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് ഫോൺ ചെയ്യൂ. മുझे थोड़ी देर में ഫോൺ കരോ. थोड़ी देर में കുറച്ച് സമയത്തിൽ അല്ലെങ്കിൽ थोड़ी देर के बाद എന്നും പറയാം. കുറച്ച് സമയം കഴിഞ്ഞ് ഫോൺ കരോ, ഫോൺ ചെയ്യൂ. ഇത് വളരെ രസകരമാണ്. അതെങ്ങനെ പറയാം? ഏ ബഹുത് ദിൽചസ്പ് ഹേ. ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ രസകരം. എഹ് ബഹുത്ത് ദിൽചസ്പ് ഹേ. ഈ കഥ വളരെ രസകരമാണ്. അതെങ്ങനെ പറയാം? ഏ കഹാനി ബഹുത് ദിൽചസ്പ് ഹേ. ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. അതെങ്ങനെ പറയാം? അബ് ഫൈസല തുമാരെ ഹാത്ത് മേ ഹേ. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം, ഡിസിഷൻ. അബ് ഫൈസല തുമാരെ ഹാത്ത് മേ ഹേ. നിങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ള അർത്ഥമാണ്. അബ് ഫൈസല തുമാരെ ഹാത്ത് മേ ഹേ. അവൻ തികച്ചും ശരിയായ സമയത്താണ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അവൻ ശരിക്കും കറക്റ്റ് സമയത്താണ് വന്നത്. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? വ ബിൽക്കുൽ സഹി സമയ പർ ആയ. വ ബിൽക്കുൽ തികച്ചും അല്ലെങ്കിൽ ശരിക്കും, സഹി സമയ പർ ആയ കറക്റ്റ് സമയത്ത് വന്നു. അവൻ നിങ്ങളോട് തമാശ പറയുകയാണ്. അതെങ്ങനെ പറയാം? വ തുംസേ മജാക് കർ രഹാ ഹേ. മജാക് കർണ എന്ന് പറഞ്ഞാൽ തമാശ പറയുക. വഹ് തുംസേ നിങ്ങളോട്, മജാക് കർ രഹാ ഹേ അവൻ നിങ്ങളോട് തമാശ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയുകയല്ല, തമാശയായിട്ട് പറയുക അല്ലെങ്കിൽ നിങ്ങളെ കളിപ്പിക്കാൻ പറയുക എന്നതിനാണ് മജാക് കർണ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ പറയാം? മേ തുമാരി ഖുഷി കോ ഖരാബ് നഹി കർണ ചാഹത്ത. തുമാരി ഖുഷി കോ നിങ്ങളുടെ സന്തോഷത്തിന് ഖരാബ് നഹി കർണ. ഖരാബ് കർണ എന്ന് പറഞ്ഞാൽ ചീത്തയാക്കുക, നശിപ്പിക്കുക. ഖരാബ് നഹി കർണ ചാഹത്ത ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേ തുമാരി ഖുഷി കോ ഖരാബ് നഹി കർണ ചാഹത്ത. ഞാൻ നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. അതെങ്ങനെ പറയാം? തും ദൂസരോം സേ അലഗ് ഹോ. ദൂസരോം സേ മറ്റുള്ളവരിൽ നിന്ന്. അലഗ് എന്ന് പറഞ്ഞാൽ വേറെ അല്ലെങ്കിൽ വ്യത്യസ്തൻ. തും ദൂസരോം സേ അലഗ് ഹോ. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. നിങ്ങളുടെ വിലപിടിപ്പുള്ള സമയം നശിപ്പിക്കരുത് അല്ലെങ്കിൽ പാഴാക്കരുത്. നമ്മൾ പറയത്തില്ലേ, വാല്യൂബിൾ ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന്. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? അപ്പനി കീംതി സമയ് ബർബാദ് മത് കരോ.
കീംതി സമയം എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ടൈം. അപ്പനി കീംതി ടൈം അല്ലെങ്കിൽ കീംതി സമയം ബർബാദ് മത് കറോ. ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പനി കീംതി സമയം ബർബാദ് മത് കറോ. ഇനി ചിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അതെങ്ങനെ പറയാം? സിർഫ് ഹസ്നെ സെ കാം നഹി ചലേഗ. സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥമാണ്, ഒള്ളി എന്നുള്ളതാണ്. ഹസ്നെ സെ ചിരിക്കുന്നത് കൊണ്ട്, ഹസ്ന ചിരിക്കുക, ഹസ്നെ സെ കാം നഹി ചലേഗ കാര്യം നടക്കില്ല. സിർഫ് ഹസ്നെ സെ കാം നഹി ചലേഗ. ഈ സിർഫ് വെച്ച് നമുക്ക് വേറെയും പറയാം. ഇപ്പം പറയുന്നത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. സിർഫ് ബോൽനെ സെ കാം നഹി ചലേഗ. കർണാപ്പടേക ചെയ്യേണ്ടി വരും. നമ്മൾ പറയത്തില്ലേ, പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ചെയ്യണം. അതെങ്ങനെ ഹിന്ദി പറയാം? സിർഫ് ബോൽനെ സെ കാം നഹി ചലേഗ, കാം കർണാപ്പടേക അല്ലെങ്കിൽ കർണാപ്പടേക. ഞാൻ ഇനി ആരുടെയും സൈഡ് പിടിക്കില്ല. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? മേം അബ് കിസി കാ സാഥ് നഹി ദൂങ്ക. സാഥ് ദേന എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ സൈഡ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. മേ അബ് കിസി കാ സാത്ത് നഹി ദൂങ്ക. ഞാൻ ഇനി ആരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ള അർത്ഥം എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇനി ആരുടെയും സൈഡ് പിടിക്കില്ല, അങ്ങനെ നമുക്ക് പറയാം. അടുത്തത്, അവൻ ഞാൻ പറയുന്നത് കേട്ടില്ല അല്ലെങ്കിൽ അവൻ എന്നെ അനുസരിച്ചില്ല. അതെങ്ങനെ പറയാം? ഉസ്നെ മുझे അൻസുനാ കർ ദിയ. അൻസുനാ കർണ എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, കേൾക്കാത്ത പോലെ നടക്കുക. അതിനാണ് അൻസുനാ കർണ എന്ന് പറയുന്നത്. ഉസ്നെ മുझे അൻസുനാ കർ ദിയ. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതെങ്ങനെ പറയാം? മുझे അച്ഛാ നഹി ലഗ് രഹാ ഹേ. അത് നമുക്കിപ്പം ശരീരത്തിന് സുഖം തോന്നുന്നില്ലെങ്കിലും പറയാം മുझे അച്ഛാ നഹി ലഗ് രഹാ ഹേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറയാനും മുझे അച്ഛാ നഹി ലഗ് രഹാ ഹേ എന്ന് പറയാം. ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതെങ്ങനെ പറയാം? യഹാ കുച്ച് ഭി നഹി ഹേ. യഹാ കുച്ച് ഭി ഒന്നും തന്നെ ഇല്ല, നഹി ഹേ ഇവിടെ കളിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതെങ്ങനെ പറയും? യഹാ ഖേൽനെ കോ കുച്ച് ഭി നഹി ഹേ. അല്ലെങ്കിൽ ഇവിടെ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല. യഹാ ഖാനെ കോ കുച്ച് ഭി നഹി ഹേ. അങ്ങനെ പറയാം. നിങ്ങൾ ശരിയാണ് പറയുന്നത്. അതെങ്ങനെ പറയും? തും സഹി കഹ് രഹേ ഹോ. തും സഹി കഹ് രഹേ ഹോ അല്ലെങ്കിൽ തും സഹി ബോൽ രഹേ ഹോ എന്നും പറയാം. നിങ്ങൾ ശരിയാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് തും ഠീക് കഹ് രഹേ ഹോ എന്നും പറയാം. ഇന്ന് ഏതാഴ്ചയാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ്? അതെങ്ങനെ ചോദിക്കാം? ആജ് കോൻസാ വാർ ഹേ അല്ലെങ്കിൽ കോൻസാ ദിൻ ഹേ. ആജ് കോൻസാ വാർ ഹേ അല്ലെങ്കിൽ ആജ് കോൻസാ ദിൻ ഹേ. ഇന്ന് ഏത് ദിവസം എന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച എന്നാണ് നമ്മൾ പറയുന്നത്, സോംവാർ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് ദിവസം എന്നോ ഏതാഴ്ച എന്നോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇത് ഏതു മാസമാണ്? അതെങ്ങനെ ചോദിക്കാം? യഹ് കോൻസാ മഹീന ഹേ. യഹ് കോൻസാ മഹീന ഹേ. മഹീന എന്ന് പറഞ്ഞാൽ മാസം. കോൻസാ മഹീന ഏതു മാസം. കോൻസാ മഹീന ഹേ ഇതേതു മാസമാണ്. സമയം പെട്ടെന്നാണ് കഴിയുന്നത്. സമയ തേജി സേ ബീത്താ ഹേ. തേജി സേ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ. സമയ തേജി സേ ബീത്താ ഹേ. ബീത്തിന എന്ന് പറഞ്ഞാൽ കഴിയുക. ബീത്താ ഹേ കഴിയുന്നു. സമയ തേജി സേ ബീത്താ ഹേ സമയം പെട്ടെന്നാണ് കഴിയുന്നത് അല്ലെങ്കിൽ പോകുന്നത്. സമയ തേജി സേ ജാത്താ ഹേ എന്നും പറയാം. ഈ വാച്ച് പൊട്ടിയതാണ്. അതെങ്ങനെ പറയാം? എഹ് ഘടി ടൂട്ടി ഹുയി ഹേ. ഘടി എന്ന് പറഞ്ഞാൽ വാച്ച്. എഹ് ഘടി ടൂട്ടി ഹുയി ഹേ. ടൂട്ടിന എന്ന് പറഞ്ഞാൽ പൊട്ടുക. ടൂട്ടി ഹുയി ഹേ പൊട്ടിയതാണ്, പൊട്ടിക്കഴിഞ്ഞതാണ്. എഹ് ഘടി ടൂട്ടി ഹുയി ഹേ പൊട്ടിയിരിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്